നിങ്ങൾ ഡിവോഴ്സ് നടത്തി വാർത്ത കേട്ടോ നിങ്ങൾ രണ്ടുപേരും കൂടെ അവരാ നമ്മളെ എന്താണ് സംഭവിച്ചത്? അതൊരു ഇന്റർവ്യൂവില് ഈ ക്യാൻ മീഡിയ നമ്മുടെ നാനയിലുണ്ടായിരുന്ന സുരേഷ് എന്ന് പറയുന്നത്. സുരേഷ് അപ്പം സുരേഷ് ഒത്തിരി നാളുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് നിന്നൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയി. അവസാനം അവൻ പിടിച്ചെന്നെ അങ്ങനെ വന്നു. ഇവിടെ വന്നിരുന്ന വർത്താനമൊക്കെ പറഞ്ഞു. പറഞ്ഞു ചേട്ടാ ഒരു ഇൻ്റർവ്യൂ കാര്യം. ഞാൻ ആയിക്കോട്ടെ ഇന്ന ദിവസം പോരെന്ന് പറഞ്ഞു. വന്നു കാര്യങ്ങൾ സംസാരിച്ചപ്പം പഴയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ എനിക്കതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. നമ്മുടെ ഒരു ഷെൽട്ടർ എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ അവിടെ മനസമാധാനവും സ്വസ്ഥത ഇല്ലെന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ കഴിഞ്ഞ കഥകളാണ്. അത് അടഞ്ഞ ചാപ്റ്ററാണ്. അതിനെ ഇനി ഓപ്പൺ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതൊക്കെ വിട്ടുകളാ എന്ന് പറഞ്ഞു. അതിൻ്റെ ഹെഡിങ് വന്നത് മറ്റേ ഇത് വന്നിട്ട് സമാധാനമില്ല. ഞാനിപ്പോൾ പുതിയ വീട്ടിലേക്ക് എനിക്ക് സമാധാനമില്ല. ബിന്ദു പണിക്കരുമായിട്ട് വേർപിരിഞ്ഞു സായികുമാർ. ഓക്കെ അങ്ങനെ വേർപിരിഞ്ഞു ആ യെസ് പിരിയുന്നു അല്ല പിരിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ഒരു ടി വിയിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മോള് വന്നിട്ട് പറഞ്ഞു ഹലോ ഗൈസ് നിങ്ങൾ പിരിഞ്ഞു കേട്ടാ നിങ്ങൾ ഡിവോഴ്സായിരുന്നു. അപ്പോൾ ഇവള് പറഞ്ഞു ഈ ക്ലൈമാക്സ് കഴിയട്ടെ. അങ്ങനെ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരിക്കലും പണ്ടെങ്ങാണ്ട് വിളിച്ചിട്ടുള്ളതും വിളിക്കാത്തവരുമായിട്ടൊക്കെ ഒരുപാട് ഫോൺ കോളുകൾ. ചേട്ടാ എവിടെയാ, ചേട്ടാ എന്ത് ചെയ്യുന്നു? അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് മാഞ്ഞൂര എന്ന് പറയും, അഡ്വക്കേറ്റാ ഹൈക്കോടതിയിൽ. മാഞ്ഞൂര എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഞാനാ എവിടെയാ? ഞാൻ എന്താ ചേട്ടാ എവിടെയാ വീട്ടിലുണ്ടോ? ഞാൻ പറഞ്ഞു നീ ചോദിക്കാൻ വരുന്ന ആളെ താണ്ട് കൊഞ്ച് തീയൽ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അതൊക്കെ ഇവിടെ കൊഞ്ചിൻ്റെ ഒരു തീയൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊഞ്ച് തീയൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തു. ചേച്ചി എല്ലാവരോടും പറഞ്ഞപ്പോൾ ഞാനും ഞെട്ടിപ്പോയി ചേച്ചി എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞിട്ട് അവരാരും കേൾക്കണില്ല. പിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഈ ഡിവോഴ്സിലൊന്ന് ഒപ്പിടാൻ ഒരു സമയം എന്താ, എന്നാലല്ലേ എനിക്ക് ഒപ്പിടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിളിച്ചോ ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ച് അതായത് ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. കഥകൾ ഉണ്ടാക്കുന്നതും കെട്ടിക്കുന്നതും ഡിവോഴ്സ് ചെയ്യിപ്പിക്കുന്നതും എല്ലാവരും തന്നെ. ഇത് മുൻകൂട്ടി ഞാനും ബിന്ദുവും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ബിജുവിനായിട്ട് പറഞ്ഞത്. ഓ അങ്ങനെ അല്ല അതും പറഞ്ഞു.